സിലബസ് പ്രകാരം ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. സോ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നീതു നാരായണൻ. ഞാൻ കറന്റ്ലി SNDP YSS കോളേജ് പെരിന്തൽമണ്ണയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തത് 2023 മാർച്ച് സൈക്കിൾ, അതായത് കോവിഡ് ടൈമില് 2022 ജൂൺ ഡിസംബർ സൈക്കിൾ മേർജ് ചെയ്തുകൊണ്ട് ഒരു സൈക്കിള് 2023 മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ആ ഒരു സൈക്കിളിലാണ് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്യണത്. ഞാനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഞാനും JRF വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ നമുക്ക് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, അതായത് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്കും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കണുണ്ട് എന്ന് എനിക്കും കൂടെ അറിയണ സമയത്ത് എനിക്കും കൂടെ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ക്ലാസ്സിനിടയിൽ എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്പം റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിലും അപ്പം ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. UGC നെറ്റിൽ പേപ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു UGC നെറ്റ് എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ സെഷനിൽ ഷിബിൻ സാർ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. 2 ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഈ ഒരു നെറ്റ് എക്സാം വഴി NTA ഫോക്കസ് ചെയ്യുന്നത്. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഓൾ ഇന്ത്യ ലെവൽ ഒരു ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ JRF ക്ലിയർ ചെയ്യുന്നതിലൂടെ ഹയർ സ്റ്റഡീസ്, അതായത് MPhil PhD പോലുള്ള ഹയർ സ്റ്റഡീസിന് ഒരു ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, അതായത് റിസർച്ചിന് ഒരു ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു നെറ്റ് എക്സാമിലൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. സോ റിസർച്ചിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം കോർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ റിസർച്ച്. റിസർച്ചിലുള്ള ഒരുപാട് ബേസിക് കൺസെപ്റ്റുകൾ ഉണ്ട്. ഞാൻ ഇന്ന് വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള റിസർച്ച് ഒന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഫസ്റ്റ് സെഷനിൽ തന്നെ ബോറടിപ്പിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാന്നേ വിചാരിക്കുന്നുള്ളൂ. സോ നമുക്ക് ഈ ഒരു റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നത് വഴി വരും ക്ലാസ്സുകളിൽ നമ്മൾ അതിന്റെ കോർ ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് റിസർച്ച് എന്താണ്, അതിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അതിന്റെ ഒരുപാട് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. സോ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിസർച്ച് പേടിച്ച് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലും ഒരുപാട് പേർക്ക് നിങ്ങൾ PG പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടാകും. സോ അവര് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഞാൻ PGയിൽ റിസർച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ഒരു ഉഡായിപ്പ് സെറ്റപ്പിലാണ് ആ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ മാനിപ്പുലേറ്റഡ് ഡാറ്റാസ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അനലൈസ് ചെയ്യാൻ അറിയില്ല, എനിക്ക് റിസർച്ച് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിയില്ല, മാത്സ് അറിയില്ല. അങ്ങനെ കുറെ വിയേർഡ് ആയിട്ടുള്ള ഒരുപാട് പേടി അല്ലെങ്കിൽ ഒരുപാട് മിഥ്യാധാരണ കൊണ്ട് പലപ്പോഴും ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കുന്ന ഒരു പേപ്പറാണ് ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബട്ട് ടു ബി ഹോണസ്റ്റ്, നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്ന ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇതിനെ അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
കാരണം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പഠിപ്പിക്കാൻ കയറുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഇപ്പോ റിസർച്ച് ഓഫീസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരിക്കും. സോ ഇപ്പൊ ടീച്ചിങ് എടുത്താലും ഈ ഒരു റിസർച്ച് എടുത്താലും ഈ ടീച്ചിങ്ങും റിസർച്ചും തമ്മിൽ ഭയങ്കര വലിയൊരു കണക്ഷൻ ഉണ്ട്. അവർ തമ്മിലൊരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരിക്കലും പരസ്പരം ഈ റിസർച്ച് ആയാലും ടീച്ചിങ് ആയാലും ഒരിക്കലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ റിസർച്ചും ടീച്ചിങ്ങും എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇപ്പോൾ റിസർച്ചിന്റെ ബേസിക് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ ഞാനിത് പറയാൻ കാരണം പലരും പേടിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് തന്നെ പലരും ഇറങ്ങി ഓടുന്ന ഒരു സീനൊക്കെ ഞാൻ പ്രീവിയസ് ബാച്ചുകളിൽ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം ആളുകൾക്ക് ഈ റിസർച്ച് എന്ന് പറയുന്ന ഒരു പേപ്പറിനോട് ഇത്രയും ഇൻഹിബിഷൻ എന്തിനാണെന്ന്. ബട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു സീറോ അറിവാണെങ്കിൽ പോലും, ഇവൻ ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു റിസർച്ചിന്റെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ റിസർച്ചിന്റെ അത്രയും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സോ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ പേടിയോട് കൂടിയാണ് ഈ ഒരു ക്ലാസ് കാണുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് സ്കിപ്പ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഒരിക്കലും ഈ ഒരു കാര്യം, ഈ ഒരു പേപ്പർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ബിക്കോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എങ്കിലും NTA സൈക്കിളിൽ, ഓരോ എക്സാം സൈക്കിളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ കൂടിയാണ്. സോ 5 ക്വസ്റ്റ്യൻസ് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 10 മാർക്കാണ് നമുക്ക് കയറാനും അതുപോലെ ഇറങ്ങാനും സാധ്യതയുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ റിസർച്ച് എന്ന് പറയുന്ന പേപ്പർ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും, ഇനി അതിനെക്കുറിച്ച് കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും, ഇനി ഇവൻ നന്നായിട്ട് അറിയാമെങ്കിലും നിങ്ങൾ ഈ ഒരു ഏത് കാറ്റഗറിയിലുള്ള ആളായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചേ മതിയാവൂ. സോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. യു ഹാവ് ടു ലേൺ ദിസ്. അതിനെ എത്രമാത്രം സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും ഞാൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങള് നിങ്ങളും കൂടെ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ഒരിക്കലും ഒരു ക്ലാസ് കൊണ്ട് മാത്രം നമുക്ക് നെറ്റോ JRF ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നിങ്ങളടുത്ത് ഉണ്ടാകുന്ന ഒരു എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റും JRF ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനിത് പറയാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. വളരെ കോർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ സെഷൻ എടുത്ത സമയത്ത് ഷിബിൻ സാർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാകും ഈ ഒരു യൂണിറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് റിസർച്ച് എന്താണ്, അതുപോലെ എന്താണ് റിസർച്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഡെഫിനിഷനുകൾ എന്തൊക്കെയാണ്. ദെൻ ഒരുപാട് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്. പല സിറ്റുവേഷനിലും നമ്മൾ പല ടൈപ്പ് ഓഫ് റിസർച്ചുകളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ അത്തരം ടൈപ്സുകളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. 2 ടൈപ്സ് ഓഫ് അപ്രോച്ചുകൾ ഉണ്ട് റിസർച്ചിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് പോസിറ്റിവിസം, സെക്കൻഡ് വൺ ആണ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച്. ഇതും ഈ ഒരു യൂണിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യുന്നത്. സോ നമ്മൾ വരും ക്ലാസ്സുകളിൽ എന്തൊക്കെ മെത്തേഡ്സുകളാണ്, അല്ലെങ്കിൽ വരും സ്ലൈഡുകളിൽ നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡുകൾ, അതായത് എക്സ്പെരിമെന്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സുകൾ. നിങ്ങൾ ഈ ടെർമിനോളജി ചിലപ്പോൾ PG പഠിക്കുന്ന സമയത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ജസ്റ്റ് ടേംസ് മാത്രം
പറഞ്ഞു പോകുന്നത് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ മെത്തേഡ്സ് സിലബസിലുള്ള മെത്തേഡ്സുകളും ഇനി അതല്ലാതെ പ്രീവിയസ്ലി എക്സാമിൽ ചോദിച്ചിട്ടുള്ള മെത്തേഡ്സുകളും ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മെത്തേഡ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ആർക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല റിസർച്ച് എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പഠിക്കും. ദെൻ ഒരു തീസിസ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോർമാറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സ്റ്റൈൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു സിനാരിയോയിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ICT ഇല്ലാത്തൊരു കളി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. അതുപോലെ തന്നെ റിസർച്ചിലും ICTന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല അധികം ടൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് എത്തിക്സിൽ പഠിക്കും. ക്ലാസ്സിന് സ്പീഡോ കാര്യങ്ങളോ കൂടാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ലോ ആവാണെന്നുണ്ടെങ്കിലോ ഒന്ന് പറയണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ലെഫ്റ്റ് ആയി പോവാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഞാൻ ഒരു സ്ക്രീനിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. സോ എനിക്ക് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ദെൻ നമുക്ക് ഏറ്റവും ക്ലീശ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായിരിക്കും ഒരു റിസർച്ച് എന്ന് പറയണത്? എന്തായിരിക്കും റിസർച്ച്? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എന്താണ് റിസർച്ച് എന്ന് വെറുതെ ഒരു ഡിക്ഷണറി മീനിങ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു സെർച്ച് ആണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും റിസർച്ച് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെ. ഇതിൽ PG കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് റിസർച്ച് പേപ്പർ ഉണ്ടോ? ഇല്ല, ഡിഗ്രിക്ക്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ടാവുക? പുതിയൊരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതെ, കറക്റ്റ് ആണ്. പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ കറന്റ്ലി കത്തി നിൽക്കുന്ന എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഡംപിങ്, വേസ്റ്റ് മാനേജ്മെന്റ്. ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ ഈ ഇഷ്യൂ? എനിക്ക് കുഴപ്പമില്ല. എടാ, അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഒന്ന് എക്സിറ്റ് ആയിട്ട് കേറുട്ടോ. ഓക്കെ, നമ്മൾ റിസർച്ച് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാല് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനാവാം, അല്ലെങ്കിൽ കറന്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വലിയ കോർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നത്, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രശ്നമാണ്. ഇപ്പൊ പുഴയിലെ വേസ്റ്റ് ആണ്, റോഡ് സൈഡിലെ വേസ്റ്റ് ആണ്, ചുറ്റുമുള്ള എല്ലായിടത്തും വേസ്റ്റ് ആണ്. ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം കാരണം കുറെ അധികം ഡിസീസുകൾ സൊസൈറ്റിയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഏറ്റവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വേസ്റ്റിനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഡിസീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. സോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും റിസർച്ച് ചെയ്യുക? എങ്ങനെ ഈ ഒരു വേസ്റ്റ് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡംപ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കാം, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും ടെക്നോളജീസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തറോ ആയിട്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരാൾ ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്? ഹലോ, സെർച്ച്. ഓക്കെ, റിസർച്ച് എന്ന് പറയുന്നത്
അപ്പൊ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് റിസർച്ച് എന്നുള്ളത്. ഇത്രയും കാര്യത്തിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കണം റിസർച്ച് എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊക്കെ റിസർച്ചേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ? നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാണ്, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ? അക്സെപ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണേ? ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോ നമ്മളൊരു ഇപ്പൊ എനിക്കൊരു ലാപ്പ് വാങ്ങണം, എന്റെ കയ്യിൽ 20,000 രൂപയാണ് ബഡ്ജറ്റ് എന്നുള്ളത്. സോ നമ്മൾ എന്തായിരിക്കും ചെയ്യുക ആദ്യം? ഫസ്റ്റ് നമ്മള് പ്ലാൻ ചെയ്യും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ലാപ്പിനെ കുറിച്ചുള്ള കുറച്ച് റിസർച്ചും കാര്യങ്ങളും സെർച്ച് ചെയ്ത് എന്നിട്ട് എന്താടാ ക്ലിയർ ആയില്ല? ആദ്യം നമ്മളെ ബഡ്ജറ്റ് എത്രയെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആവും. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുക, ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക, ഞാൻ ഗൂഗിളിന്റെ അടുത്ത് ചോദിക്കും, ChatGPTന്റെ അടുത്ത് ചോദിക്കും, എന്റെ ഫ്രണ്ട് ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിന്ന് ആരെങ്കിലും ഈ ഒരു ടൈമിൽ ലാപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെടുത്ത് അഭിപ്രായം ചോദിക്കും. ഇന്നൊരു ടെക് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ചോദിക്കും. അങ്ങനെ പല പോയിന്റ് ഓഫ് പല സൈഡുകളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ അറ്റ് ലാസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക. ഇതൊരു റിസർച്ച് ആണോ? അതെ മാം. ഓക്കെ, ഒന്നും വേണ്ട, ഈ ഒരു എക്സാമ്പിൾ ഒക്കെ മാറ്റി വയ്ക്കുക. നമ്മളൊരു ട്രിപ്പ് പോവാണ്, നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ്, നമ്മൾക്ക് വിശക്കുന്നുണ്ട്, നമ്മൾ എന്താ സെർച്ച് ചെയ്യുക? ബെസ്റ്റ് റെസ്റ്റോറന്റ് നിയർ മീ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഷവർമ കഴിക്കാൻ തോന്നുകയാണ്, അപ്പൊ എന്താ സെർച്ച് ചെയ്യുക? ബെസ്റ്റ് ഷവർമ സ്പോട്ട് നിയർ മീ. ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഓരോ റിസർച്ച് നടത്തുന്നവരായിരിക്കും നമ്മളെല്ലാരും, അല്ലേ? ഓക്കെ, ഒന്നും വേണ്ട. ഇപ്പൊ ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ അവർക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കും, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നോക്കും. നമുക്ക് പറ്റിയ ബഡ്ജറ്റുകളിൽ അവിടെ ഡ്രസ്സുകൾ അവൈലബിൾ ആണോ, ഇനി അതേ ബഡ്ജറ്റിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ആ ഒരു ബഡ്ജറ്റിന്റെ ഡ്രസ്സ് തയ്ച്ചു തരുമോന്നൊക്കെ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യും എന്നൊക്കെ മൾട്ടിപ്പിൾ റിവ്യൂസ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അറ്റ് ലാസ്റ്റ് ഒരു തീരുമാനത്തിൽ എത്തുക. സോ ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് PhD ഒന്നും ആരും അവാർഡ് ചെയ്ത് തരില്ല. ഒരു സാധാരണക്കാരൻ്റെ ഒരു ലെയ്മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് റിസർച്ച് എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണെന്ന് നമുക്ക് പറയാം. സോ ഇത്തരം റിസർച്ചും നമ്മളിനി PhD ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പോകുന്ന റിസർച്ചും അല്ലെങ്കിൽ നമ്മൾ PG പഠിക്കുന്ന സമയത്ത് ചെയ്തിരുന്ന അല്ലെങ്കിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടോ, അതോ രണ്ടും സെയിം ആണോ? വാട്ട് ഡു യു തിങ്ക്? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത പറയുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കി പറയോ? One is systematic and scientific. ആളെന്തോ സൈഡ് തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ഒരു ഡേ ടു ഡേ ലൈഫ് റിസർച്ച് എന്ന് പറയുന്നത് അതിപ്പോ ഏത് സോഴ്സിൽ നിന്ന് എടുത്തതാണ്, അല്ലെങ്കിൽ ആരുടെ അഭിപ്രായം ചോദിച്ചു എന്നോ, അല്ലെങ്കിൽ എത്ര പേരുടെ അഭിപ്രായം ചോദിച്ചു എന്നോ, അല്ലെങ്കിൽ ഏത് യൂട്യൂബ് വീഡിയോ
റിവ്യൂ കണ്ടുവെന്നോ, അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂവിനെ എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്തുവെന്നോ, അല്ലെങ്കിൽ എന്തിന് അജിയോ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തിന് മിന്ത്രേന്ന് വാങ്ങിയെന്നൊന്നും ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ബിക്കോസ് അത് നമ്മുടെ പൈസയാണ്, നമ്മുടെ വയറാണ്, നമ്മുടെ പ്രിഫറൻസ് ആണ്. അതിന് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അത് ഔട്ട്കം മേ ബി ചിലപ്പോ എന്താ ഒരു തേർഡ് പേഴ്സണ് അത്ര ഇൻവോൾവ് ആയിരിക്കില്ല. അതായത് നമ്മൾ യൂസ് ചെയ്ത സ്റ്റെപ്പിനെ പറ്റിയിട്ട് നമുക്ക് ആർക്കും പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു PhDയുടെ അല്ലെങ്കിൽ PG റിസർച്ചിലേക്ക് വരുന്ന സമയത്ത്, as we said, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നാണ് റിസർച്ച് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ ഓർഗനൈസ്ഡ് എഫേർട്ട് എന്ന് പറയുമ്പോൾ അത് വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആയിരിക്കും. ഇപ്പോൾ ഞാൻ PhD ചെയ്യാന്ന് പറഞ്ഞ ഒരൊറ്റ സുപ്രഭാതത്തിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് PhD ചെയ്ത് വരിക എന്നുള്ളത് നമുക്കൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കും. അതൊരു ഈസി പ്രോസസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ PhD ചെയ്ത് കഴിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാകും ആ ഒരു റിസർച്ച് എന്ന് പറയുന്ന കാര്യം എത്രത്തോളം പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്താലാണ് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ടിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. സോ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തിനാ നമ്മൾ സിസ്റ്റമാറ്റിക് ആണെന്ന് പറയണത്? ഓക്കെ, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാല് ചില സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിസർച്ച് പ്രോബ്ലത്തിനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ എവിടെ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എങ്ങനെ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട്, ക്വാണ്ടിറ്റേറ്റീവ് വേണോ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് വേണോ, ഇങ്ങനെയുള്ള സെർട്ടൈൻ തിങ്സ്, ഞാൻ ഈ പറയുന്ന ടെർമിനോളജീസ് ഒക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഈ ടേംസ് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. സോ ഇത്ര സർട്ടൈൻ തിങ്സ് എന്ന് പറയുന്നത് ആ സ്റ്റെപ്പിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. സോ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പെർട്ടിക്കുലർ സീക്വൻസിലൂടെ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. So research is a systematic and scientific investigation aimed at discovering new fact, verifying existing knowledge and developing new theories or application. അതായത് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇതിനു വേണ്ടിയിട്ട് പുതിയൊരു കാര്യത്തിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ തിയറീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? Discovery of new knowledge. അത് മാത്രമേ ഉള്ളൂ? പുതിയ നോളജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണോ നമ്മൾ റിസർച്ച് ചെയ്യണേ? Solve practical problems. ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എഫേർട്ടിലൂടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ആ ഒരു പ്രൊസീജിയറിന്റെ എൻഡിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യന് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടെത്തുക എന്നതാണ് നമ്മൾ റിസർച്ചിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു റിസർച്ചിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾ ഇനി PhD ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യലി സൗണ്ട് ആയിരിക്കണം, അതുപോലെ തന്നെ റെലവെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫീസിബിളും ആയിരിക്കണം. ഈ ഒരു PhD അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടത് JRF നെറ്റ് ഒന്നുമല്ല,
ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിസർച്ച് എന്ന് പറയുന്നത് ഒരു അക്രോണിയം ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് അതിന്റെ ഓരോ ലെറ്റേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്. സോ ആറ് എന്ന് പറയുന്നത് റാഷണൽ വേ ഓഫ് തിങ്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു റിസർച്ച് ബിഗിൻസ് ചെയ്യുന്ന സമയത്ത് ലോജിക്കലി ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് തിങ്കിങ് ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു റാഷണൽ വേ ഓഫ് തിങ്കിങ്ങിലൂടെയാണ് നമ്മൾ റിസർച്ചിന്റെ ഒരു അറ്റ്ലാസ് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. സോ രണ്ടാമത്തേതാണ് ഇ ഫോർ എക്സ്പേർട്ട് ആൻഡ് എക്സോസ്റ്റീവ് ട്രീറ്റ്മെന്റ്. എക്സ്പേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് റിസർച്ച് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെർട്ടൈസ് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂസ് ഒക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരുപാട് മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ഉണ്ടാകും. അതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് ലോജിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം എക്സ്പെർട്ടൈസ് വേണ്ട, അതുപോലെ സൂപ്പർഫിഷ്യൽ ബിലീഫ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഡീൽ ചെയ്യാതെ വളരെയധികം റാഷണൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സ്പെർട്ടൈസ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ എസ് ഫോർ സെർച്ച് ആൻഡ് സൊല്യൂഷൻ. ദെൻ റിസർച്ചിന്റെ ഒരു കോർ എന്ന് പറയുന്നത് തന്നെ സെർച്ച് ആണ്. നമ്മൾ പല കാര്യങ്ങളെ പറ്റിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻഫർമേഷൻ, കുറെ അധികം ഇൻഫർമേഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം എവിഡൻസുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാന്ന് പറയാണ്. നമ്മൾ മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞു റിസർച്ച് എന്ന് പറയുന്നത് റീസെർച്ച് ആണ്. അതായത് വീണ്ടും വീണ്ടും നമ്മുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ സെർച്ച് ആൻഡ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടാകും നമ്മുടെ മുന്നിൽ, ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാകും. അറ്റ് ലാസ്റ്റ് റിസർച്ച് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. സോ എസ് ഫോർ സെർച്ച് ആൻഡ് സൊല്യൂഷൻ. ദെൻ ഇ എന്ന് പറയുന്നത് എക്സാക്ട്നെസ് ആണ്. എക്സാക്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അതായത് നമ്മുടെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിന് എത്രത്തോളം എക്സാക്ട്നെസ് ഉണ്ട്, എത്രത്തോളം അത് ആക്യുറേറ്റ് ആണ്, എത്രത്തോളം പ്രിസൈസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റിസൾട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് ഔട്ട്കം ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കീൻ അറ്റൻഷൻ, അല്ലെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട്, അത്രയും കറക്റ്റ് ആയിട്ട് വേണം നമ്മളൊരു റിസർച്ചിന്റെ ഫൈൻഡിങ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സോ അതാണ് എക്സാക്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? അതെ മാം, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എ ഫോർ അനാലിസിസ്. അതായത് നമ്മൾക്ക് കിട്ടിയ ഡാറ്റാസ്, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് ഡീറ്റെയിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസർച്ചിന്റെ ആ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ അനാലിസിസ് എന്ന് പറയുന്നതും റിസർച്ചിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ദെൻ ആർ ഫോർ റിലേഷൻഷിപ്പ് ഓഫ് ഫാക്ട്. ഒരിക്കലും റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിൽ നിന്ന് മാത്രം നമുക്ക് ഒരിക്കലും ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ കുറെ അധികം ഫാക്ടുകൾ ഉണ്ടാകും. ആ ഫാക്ടുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഓഫ് ഫാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സി ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ, കെയർഫുൾ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് ഒരു ഗുഡ് റിസർച്ചിന് വേണ്ടത് ഇപ്പോ ഏതൊരു ഫിനോമിനൻ ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ അത് ഒബ്സർവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യനിങ് മൈൻഡ് സെറ്റോട് കൂടി, നമ്മൾ അതിൽ കുറെ അധികം റിസർച്ച് ക്വസ്റ്റ്യൻസുകൾ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കണം നമ്മൾ ഏതൊരു ഫിനോമിനയും ഒബ്സർവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളി
എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഔട്ട്ലുക്ക് ത്രൂ ഔട്ട് ദ റിസർച്ച് പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാവണം. അതാണ് ഈ ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ, കെയർഫുൾ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ എച്ച് എന്ന് പറയുന്നതാണ് ഹോണസ്റ്റി ആൻഡ് ഹാർഡ് വർക്കിംഗ്. അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഇന്റഗ്രിറ്റി കൂടി ആയിരിക്കണം. ആ ഒരു ക്രെഡിബിൾ റിസർച്ചിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ഇന്റഗ്രിറ്റി അഥവാ ഹോണസ്റ്റി ആണ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാറ്റാസ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരം ഡാറ്റാസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത്രയും ഹോണസ്റ്റ് ആയിട്ട്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, ട്രസ്റ്റ് വർത്തി ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റിസർച്ച് ചെയ്യണത്. ഇതാണ് ഈ റിസർച്ചിന്റെ ലെറ്റേഴ്സ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറഞ്ഞാൽ റാഷണൽ വേ ഓഫ് തിങ്കിങ് ആണ്. ഇ എന്ന് പറയുമ്പോൾ എക്സ്പെർട്ട് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. എസ് സെർച്ച് ആൻഡ് ഇ ഫോർ എക്സാക്ട്നെസ്, എ ഫോർ അനാലിസിസ്, ആർ ഫോർ റിലേഷൻഷിപ്പ് ഓഫ് ഫാക്ട്, സി ഫോർ ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ, കെയർഫുൾ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് റിസർച്ചിലേക്ക് പോവാം. അക്രോണിം ക്ലിയർ അല്ലേ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? വേണ്ട മാം, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ഡെഫിനിഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിസർച്ച് എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് വഴി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ റിസർച്ചിനെ പറ്റിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഡെഫിനിഷനിലൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവും അത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NPVയുടെ ഡെഫിനിഷൻ ആണ്. റിസർച്ച് മേ ബി ഡിഫൈൻഡ് ആസ് ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്സ് ഓർ വെരിഫൈങ് ഓൾഡ് ഫാക്ട്സ്, their sequence, interrelationship, causal explanations and natural laws which govern them. അതായത് റിസർച്ച് എന്ന് പറയുന്നത് NPV ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു ഫാക്ടിനെ പറ്റിയിട്ട് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഫാക്ടിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ സീക്വൻസ്, ഇന്റർ റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള ഒരു കാഷ്വൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് റിസർച്ച് എന്നാണ് NPV ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ കെർലിംഗറിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻസ് അബൌട്ട് ദ പ്രസ്യൂംഡ് റിലേഷൻസ് എമംഗ് നാച്ചുറൽ ഫിനോമിനൻ. എന്താ ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് അറിയോ? It's a tentative assumption. കറക്റ്റ് ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ ആണ്. അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ജഡ്ജ് ചെയ്യാണ് അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം മറ്റൊരു കാര്യത്തിനെ പോസിറ്റീവ്ലി ആണ് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആണ് അത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ റിസർച്ചിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുന്നേ നമ്മളൊരു അസംഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കി വെക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോ കെർലിംഗർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള, എംപിരിക്കൽ മീൻസ് അത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, ഒബ്സർവബിൾ ആയിട്ടുള്ള എവിഡൻസിൽ നിന്നാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷനെയാണ് കെർലിംഗർ റിസർച്ചിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ജോൺ W ബെസ്റ്റിന്റെ അഭിപ്രായത്തിൽ റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻസ് that may lead to development of generalization principle or theories, result in prediction and possibly ultimate control of events. അതായത് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. കൺട്രോൾഡ് ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുന്നത് വഴി ഒരു ജനറലൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജനറലൈസേഷൻ എന്ന് പറയുന്നത് റിസർച്ചിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ പറയും അതെന്താണ് എന്നുള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് റിസർച്ചിനെ NPVയും കെർലിംഗറും ജോൺ W ബെസ്റ്റും ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക, കൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. സോ അതുവഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ ഫിനോമിനൻ. അതിനെയാണ് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന നിലയിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ ഫിനോമിനൻ, അതിനാണ് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയാം. അതായത് നമ്മുടെ വേൾഡിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്, സോ അതിനെ പറ്റിയിട്ട് ഒരു ഫെമിലിയാരിറ്റി നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുക, അതിനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫിസിക്സിലെ ഒരു പ്രോബ്ലം എടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് E=mc² എന്നുള്ളത്. ദെൻ ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ മാസ് എങ്ങനെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു പ്രോസസ്സ് നമുക്ക് അറിയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചമുള്ള സമയത്ത് തൊട്ടേ ഈ മാസ് എനർജിയിലേക്ക് കൺവേർട്ട് ആകുന്നു എന്നുള്ള ഒരു ഫിനോമിനൻ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ ഈ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തത് വഴിയാണ് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്, ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ ഫിനോമിനൻ. അതിനെയാണ് ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേതാണ് ടു ആക്യുറേറ്റ്ലി പോർട്രേ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓർ എ സിറ്റുവേഷൻ. ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാം. അതായത് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സവിശേഷത അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ആയിക്കോട്ടെ, ഗ്രൂപ്പിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ ആയിക്കോട്ടെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആക്യുറേറ്റ്ലി പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെയോ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പഠിക്കുക, അതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തേതാണ് ടു അനലൈസ് ദ ഫ്രീക്വൻസി വിച്ച് സംതിങ് ഒക്കേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയാം. ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അത് ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ഹാലിയുടെ വാൽനക്ഷത്രം ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ട് തൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്ര ടൈം പീരീഡിനുള്ളിൽ, എത്ര ടൈം എടുത്തിട്ടാണ് അടുത്ത് സംഭവിക്കുന്നത്, അതായത് അതിന്റെ ഒരു ഫ്രീക്വൻസി, ആ ഒരു ഡ്യൂറേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടു എക്സാമിൻ ദ ഹൈപ്പോത്തിസിസ് ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. വേരിയബിൾ എന്താണെന്ന് നമ്മൾ പറയും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾ. ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യാണ്, നമ്മുടെ അക്കാഡമിക് എക്സലൻസും നമ്മൾ എത്ര ടൈം സ്റ്റഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിന് തമ്മിലുള്ള ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർച്ച് ചെയ്യാണ്. എന്തൊക്കെയാണ്, നമ്മൾ എത്ര ടൈം പഠിക്കുന്നു, നമ്മുടെ അക്കാഡമിക് എക്സലൻസ് എത്രത്തോളം ഉണ്ട്, ഇതാണ് നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ എത്ര ടൈം പഠിക്കുന്നു അതിനനുസരിച്ച് എൻ്റെ അക്കാഡമിക് എക്സലൻസ് കൂടുന്നുണ്ടോ, ഇനി അതല്ല ഞാൻ പഠിക്കുന്ന ടൈം എത്ര കൂടിയാലും എൻ്റെ അക്കാഡമിക് എക്സലൻസ് കുറയുന്നില്ലേ. അതായത് ഈ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള റിസർച്ച്, ഈ ഒരു രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനുള്ള ഒരു റിസർച്ചിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയാം. ഇത് ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് റിസർച്ചുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഇത് ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ മാം? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസർച്ചിന്റെ കുറെ അധികം ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. ഒരു നല്ല റിസർച്ച് ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയൽ റിസർച്ച് എന്ന് പറയുന്നതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സുകൾ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റിസർച്ച് വിത്ത് നോ ഇൻക്ലിനേഷൻ, അതായത് ബയാസ് ഇല്ലാതാക്കുക.
ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം, പ്രിഫറൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു റിസർച്ചർ ആവുന്ന സമയത്ത്, നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത്തരം നമ്മുടെ പേഴ്സണൽ ബിലീഫ്സിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസിൽ ഒപ്പീനിയൻസിൽ നിന്നുകൊണ്ടോ ആയിരിക്കരുത് നമ്മൾ ഈ ഒരു റിസർച്ച് ചെയ്യുന്നത്. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അൺബയാസ്ഡ് ആയിട്ടുള്ള എന്താണോ ഒബ്സർവബിൾ ആയിട്ടുള്ള ഫാക്ട്സ്, അങ്ങനെ ആ ഒരു ഒബ്സർവബിൾ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു എവിഡൻസിന്റെ ബേസിലായിരിക്കണം നമ്മൾ റിസർച്ച് ചെയ്യണത്. അല്ലാതെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സിന്റെ ഒപ്പീനിയൻസിന്റെ ഒന്നും ബേസിലായിരിക്കരുത്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണ്, ഫാക്ട് എന്തൊക്കെയാണ്, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ ബയാസ്ഡ് ഒക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ചെയ്യുന്ന റിസർച്ചിന് മാത്രമേ ഫൈൻഡിങ്സ് ക്രെഡിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, വാലിഡ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു റിസർച്ച് നടത്തുകയാണ്, ഓൺലൈൻ ലേണിംഗ് എങ്ങനെ സ്റ്റുഡന്റിന്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫ്സ് അല്ലെങ്കിൽ എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ഗൂഗിൾ മീറ്റ് വഴിയുള്ള അല്ലെങ്കിൽ സൂം വഴിയുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് അതുവഴിയാണ് കൂടുതൽ അക്കാഡമിക് എക്സലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് കിട്ടുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. സോ ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓൺലൈൻ ലേണിംഗിൽ കൂടുതൽ അക്കാഡമിക് എക്സലൻസ് കിട്ടിയ കുട്ടികളെ മാത്രമായിരിക്കരുത് ഞാൻ പ്രിഫർ ചെയ്യണത്. അല്ലെങ്കിൽ ക്ലാസ് റൂം ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അക്കാഡമിക് എക്സലൻസ് കുറവുള്ള കുട്ടികളെ മാത്രം എടുത്ത് ഓൺലൈൻ ലേണിങ്ങിന് സമയത്ത് കൂടുതൽ അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളെ എടുത്തിട്ട് ഞാൻ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിഫറൻസ് ഞാൻ അവിടെ ആ ഒരു രീതിയിലുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രിഫറൻസ് മാറ്റി നിർത്തിക്കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആയിരിക്കണം, ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിന്നിട്ട് വേണം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. ഒബ്ജക്ടിവിറ്റി ക്ലിയർ ആണോ? ആണ് മാം, ക്ലിയർ ആണ്. ഓക്കെ, രണ്ടാമത്തേതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ റിലയബിലിറ്റി, കൺസിസ്റ്റൻസി, റെപ്ലിക്കബിലിറ്റി അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെർമിനോളജീസ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ റിലയബിലിറ്റി എന്ന് പറയുന്നതും റെപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നതും കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും ഒക്കെ ഒരേ മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. ഇപ്പൊ നമ്മളൊരു മാത്സ് പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1+1 എന്ന് പറയുന്നത് 2 ആണ്, അല്ലെങ്കിൽ 10+10 എന്ന് പറയുന്നത് 20 ആണെന്നുള്ളത് ഞാനല്ല, മാത്സ് അറിയാവുന്ന ആര് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് സെയിം ആയിട്ടുള്ള ഒരു ആൻസറേ കിട്ടുള്ളൂ. അതാണ് ഈ ഒരു റിസർച്ചിന്റെ പെർസ്പെക്റ്റീവിലും റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സെയിം മെത്തേഡ്സ് ആരൊക്കെ അത് റിപ്പീറ്റ് ചെയ്താലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും, അതായത് സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ റിലയബിലിറ്റി അല്ലെങ്കിൽ വെരിഫയബിലിറ്റി അല്ലെങ്കിൽ റെപ്ലിക്കബിലിറ്റി, കൺസിസ്റ്റൻസി ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, എത്രത്തോളം ആ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു റിസർച്ച് റിപ്പീറ്റ് ചെയ്താലും അതിനുണ്ടാവാൻ പോകുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പൊ വാലിഡിറ്റി എന്ന് പറഞ്ഞാലും ആക്യുറസി എന്ന് പറഞ്ഞാലും പ്രിസിഷൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അതായത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രിസൈസ് ആണ് നമ്മുടെ മെഷർമെന്റും നമ്മുടെ ഫൈൻഡിങ്സും. അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള റിസർച്ചിനെ മാത്രമേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് വാലിഡിറ്റിയും ആക്യുറസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം കറക്റ്റ് ആണ് നമ്മുടെ റിസർച്ച്, അല്ലെങ്കിൽ എത്രത്തോളം പ്രിസൈസ് ആണ് നമ്മുടെ റിസർച്ച് എന്നുള്ളത്. ദെൻ അടുത്തതാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഇൻ റിസർച്ച് റെഫേഴ്സ് ടു ദ ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് ബിലീവബിലിറ്റി ഓഫ് ദ സ്റ്റഡി ഫൈൻഡിങ്. അതായത് നമ്മുടെ ആ ഒരു ഫൈൻഡിങ്സ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതും നമ്മുടെ റിസർച്ചിനെ അനലൈസ് ചെയ്തതും നമ്മൾ ഫൈൻഡിങ്സ് ഉണ്ടാക്കിയതൊക്കെ എത്രത്തോളം മറ്റുള്ളവർക്ക് ബിലീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് വർത്തിനെസ്സോട് കൂടിയാണ് നമ്മൾ ആ ഒരു റിസർച്ച് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ക്രെഡിബിൾ ആണ് നമ്മുടെ റിസർച്ച്
എന്നുള്ളതാണ് ക്രെഡിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഡെഫിനിറ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിഫറെന്റ് സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വഴിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അതാണ് സിസ്റ്റമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാല് വൺസ് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതോടൊപ്പം നമ്മൾ അടുത്തൊരു റിസർച്ച് ക്വസ്റ്റ്യൻ കൂടി കണ്ടെത്തി പുതിയ റിസർച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അതാണ് ഒരു സൈക്കിളായിട്ട്, അതായത് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു, ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അങ്ങനെ അതിന്റെ ഒരു റിസർച്ച് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ദെൻ നെക്സ്റ്റ് റിസർച്ച് ക്വസ്റ്റ്യൻ കണ്ടെത്തുന്നു, വീണ്ടും ഈ ഒരു പ്രോസസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഒരു സൈക്കിൾ ആയിട്ടാണ് ഈ ഒരു റിസർച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ലോജിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റാഷണൽ വേ ഓഫ് തിങ്കിങ്ങും ഒരു എക്സ്പെർട്ടൈസും ഒക്കെ ലോജിക്കലി വേണം നമ്മളൊരു പ്രോബ്ലത്തിനെ കാണാനും അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്നാണ് പറയുന്നത്. റെപ്ലിക്കബിലിറ്റി നമ്മൾ പറഞ്ഞു, റിലയബിലിറ്റി പറഞ്ഞ സമയത്ത് ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എംപിരിക്കൽ എന്ന് പറയുന്നത്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എവിഡൻസ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ബിലീഫിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസിൽ നിന്നോ കൊണ്ടാവരുത് നമ്മൾ ആ ഒരു റിസർച്ചിനെ അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യേണ്ടത്. എന്താണോ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എവിഡൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് ഉള്ളത്, അതിന്റെ ഒക്കെ ബേസിലായിരിക്കണം നമ്മൾ ട്രസ്റ്റ് വർത്തിനെസ്സോട് കൂടി റിസർച്ച് ചെയ്തിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. ദെൻ കൺട്രോൾഡ് ഫാക്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സുകൾ, ഇപ്പൊ നമ്മുടെ വേരിയബിൾ അല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. അതിനാണ് നമ്മൾ കൺട്രോൾഡ് ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ജനറലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു എൻറ്റയർ പോപ്പുലേഷൻ എടുത്തിട്ടല്ല നമ്മൾ റിസർച്ച് ചെയ്യുക, നമ്മൾ ആ ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സാമ്പിൾ എടുക്കും. ആ ഒരു സാമ്പിളിലായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുക. സാമ്പിളിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, സോ നമ്മളത് പഠിക്കും. ദെൻ ജനറലൈസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു എൻറ്റയർ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന ഒരു സാമ്പിളിൽ നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു സാമ്പിളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് ആ ഒരു ഹോൾ പോപ്പുലേഷനിൽ ആ ഒരു ഫൈൻഡിങ്സിനെ നമുക്ക് ആ ഒരു ഹോൾ പോപ്പുലേഷന്റെ കൂടെ ഫൈൻഡിങ്സ് ആയിട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിനെയാണ് നമ്മൾ ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സുകൾ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് സയന്റിഫിക് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ്. സോ സയന്റിഫിക് മെത്തേഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് റെപ്ലിക്കബിൾ ആയിരിക്കും. അതായത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ അതേ മെത്തേഡ്സിൽ വേറെ ആ ഒരു സ്റ്റഡി ചെയ്താലും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ റെപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റിസൾട്ട് എത്രയും ആക്യുറേറ്റ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാൾസിഫിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് സയന്റിഫിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ അത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ ഫാൾസിഫിയബിലിറ്റി എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ മ്യൂസിക് കേട്ട് സ്റ്റഡി ചെയ്യണ ഒരു സ്റ്റുഡൻസിന്റെ മെമ്മറി ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതലായിരിക്കും, അതായത് മ്യൂസിക് കേട്ടുകൊണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മെമ്മറി സൈലൻസിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടീന്റെ മെമ്മറിനെക്കാളും കുറവാണ് എന്നുള്ളൊരു സ്റ്റഡി നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ല, അത് ഫോൾസ് ആണ്. മ്യൂസിക് കേട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു കാര്യത്തിനെ നമുക്ക്
അതങ്ങനെ അല്ല എന്നുള്ള കാര്യവും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഫോൾസ്. അത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ ഫാൾസിഫിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പാർസിമോണി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ അതിന്റെ കോസ് പറയുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ എക്സ്പ്ലനേഷൻ ഉണ്ടാകും. അപ്പൊ ഒരു സയന്റിഫിക് മെത്തേഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും സയന്റിഫിക് മെത്തേഡിൽ നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് പാർസിമോണി എന്ന് പറയുന്നത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. റെപ്ലിക്കബിൾ ആയിരിക്കും, പ്രിസൈസ് ആയിരിക്കും, ഫാൾസിഫിയബിലിറ്റി ഉണ്ടാകും. അതായത് നമുക്ക് ഫോൾസ് ആണെന്നും സയന്റിഫിക് നോളജിനെ നമുക്ക് ഫോൾസ് ആണെന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ട്രൂ ആണെന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ പാർസിമോണി എന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക്കൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് റിസർച്ചർ സെലക്ട് ചെയ്യുക. ദെൻ നമ്മളൊരു റിസർച്ച് ചെയ്യുന്നത് എന്തിനാ? ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തിയറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടാക്കാൻ, കറന്റ്ലി ഉള്ള ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സോ നമ്മൾ വാലിഡിറ്റി എന്താണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് വാലിഡിറ്റി കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ടൈപ്സ് ഓഫ് വാലിഡിറ്റിയിൽ 6 ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആണുള്ളത്. ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്, ഫേസ് വാലിഡിറ്റി ഉണ്ട്, കണ്ടന്റ് വാലിഡിറ്റി ഉണ്ട്, ക്രൈറ്റീരിയൻ വാലിഡിറ്റി ഉണ്ട്, കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ട്. അതിൽ ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വിത്ത് ഹയർ ഇന്റേണൽ വാലിഡിറ്റി ദ റിസർച്ചർ ഈസ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് എ ബെറ്റർ കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അതായത് ഇന്റേണൽ വാലിഡിറ്റി കൂടുതലുള്ള ഒരു റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ 2 വാരിയബിൾ ഉണ്ടായിരിക്കും. ആ ഒരു 2 വാരിയബിൾ തമ്മിലുള്ള ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എത്ര ടൈം കൂടുതൽ എടുക്കുന്നു അതിനനുസരിച്ച് എനിക്ക് അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ടൈം മാത്രം ആയിരിക്കില്ല കേട്ടോ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ്. അതിന് നമ്മുടെ ഇന്റലിജൻസും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ആലോചിക്കുക, 2 വേരിയബിൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അത് തമ്മിലുള്ള ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ രണ്ടാമത്തേതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി. നമ്മൾ ജനറലൈസബിലിറ്റി പറഞ്ഞു. അതായത് നമ്മൾ എടുക്കുന്ന ഒരു എൻറ്റയർ പോപ്പുലേഷന്റെ സാമ്പിളിലായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പിളിനായിരിക്കും നമ്മൾ പഠിക്കുക. സോ ഈ ഒരു സാമ്പിളിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്സിനെ നമുക്ക് ആ ഒരു എൻറ്റയർ പോപ്പുലേഷന്റെ ഫൈൻഡിങ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ജനറലൈസബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അടുത്തതാണ് ഫേസ് വാലിഡിറ്റി. By valid we mean that the survey and questionnaire accurately measure what they are supposed to measure. ഇപ്പൊ നമ്മൾ എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ആൻസൈറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സർവേ എന്ന് പറയുന്നത് ഒരു ലെയ്മാന്റെ കോണ്ടെക്സ്റ്റിൽ, അതായത് ഈ ഒരു ഫേസ് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എത്രത്തോളം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാവണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരു സാധാരണക്കാരനെ നോക്കിയിട്ട് ഈ ഒരു ആൻസൈറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അത്ര ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്കൊന്നും പോവാതെ, ഒരു ചെക്കിങ്ങിലേക്കൊന്നും പോവാതെ, ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലയറിൽ നിന്നുകൊണ്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ടോ, ആൻസൈറ്റിനെ ഡീൽ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും ഇതിലുണ്ടോന്നൊക്കെ ജസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് വാലിഡിറ്റി, ആ ഒരു ലേമാൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫേസ് വാലിഡിറ്റി പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ആൻസൈറ്റി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസൈറ്റി മെഷർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് വാലിഡിറ്റി എന്ന് പറയാ.
ദെൻ ഫേസ് വാലിഡിറ്റിയും കണ്ടന്റ് വാലിഡിറ്റിയും സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. പക്ഷെ കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞ ഒരു ലേമൻ കോണ്ടെക്സ്റ്റ് അല്ല നമ്മൾ നോക്കുന്നത്. അത്രയും എക്സ്പേർട്ട് ആയിട്ട് നമ്മൾ ക്രൈറ്റീരിയാസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്താണോ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, സോ അതിലുള്ള എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ, എല്ലാ ആസ്പെക്റ്റുകളും നമ്മുടെ ക്വസ്റ്റ്യനെയറിൽ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടന്റ് വാലിഡിറ്റി അവിടെ കൂടുതലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ക്രൈറ്റീരിയൻ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇൻഡിക്കേറ്റർ കറസ്പോണ്ട്സ് വിത്ത് ആൻഡ് ഈസ് പ്രെഡിക്റ്റീവ് ഓഫ് മെഷർമെന്റ്സ് യൂസിങ് റിലേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമുക്ക് കിട്ടിയ ഒരു സൊല്യൂഷനിൽ നിന്ന്, കിട്ടിയ ഒരു ഫൈൻഡിങ്സിൽ നിന്ന്, ആ ഒരു മെഷർമെന്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അതിനാണ് നമ്മൾ അങ്ങനെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ക്രൈറ്റീരിയൻ വാലിഡിറ്റി കൂടുതലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ ഇൻഡിക്കേറ്റർ മെഷർ ദ കൺസ്ട്രക്ട് ഇൻ എ മാനർ ദാറ്റ് ഈസ് കൺവേർജന്റ് വിത്ത് അതർ മെഷേഴ്സ് ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ. അതായത് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനെ കൃത്യമായി മെഷർ ചെയ്യാം. എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുക. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്റേണൽ വാലിഡിറ്റി പറഞ്ഞു, എക്സ്റ്റേണൽ വാലിഡിറ്റി പറഞ്ഞു, ഫേസ് വാലിഡിറ്റി പറഞ്ഞു, കണ്ടന്റ് വാലിഡിറ്റി പറഞ്ഞു, ക്രൈറ്റീരിയൻ വാലിഡിറ്റി പറഞ്ഞു ആൻഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ് മാം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ടീച്ചേഴ്സിന്റെ നമ്പർ ഉണ്ടാകും, നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. ദെൻ നമുക്ക് കുറച്ച് PYQs കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്താണ് ഒരു റിസർച്ച് എന്നുള്ളതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടു റിവ്യൂ ദ ലിറ്ററേച്ചർ, ഓപ്ഷൻ ബി ടു സമ്മറൈസ് വാട്ട് ഈസ് ഓൾറെഡി നോൺ, സി ടു ഗെറ്റ് ആൻ അക്കാഡമിക് ഡിഗ്രി, ഡി ടു ഡിസ്കവർ ന്യൂ ഫാക്ട് ഓർ ടു മേക്ക് ഫ്രഷ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് നോൺ ഫാക്ട്. എന്തായിരിക്കും ആൻസർ? ഡി. ആണോ? ഓപ്ഷൻ ഡി. ഡിക്ക് വോട്ട് ചെയ്യണോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, എന്താ നിങ്ങൾ ഡി പറഞ്ഞത്? എന്താ ഡി പറഞ്ഞത് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യോ? Important objective of research. ഓക്കെ, അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ റിസർച്ചിന്റെ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പുതിയ ഫാക്റ്റുകൾ ഡിസ്കവർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രഷ് നോൺ ഫാക്റ്റിനെ പറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ മേക്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. Then second one, the question of whether the result of study can be generalized beyond the specific research context relate to. നമ്മൾ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ടേം ഉണ്ടാകും, അതിനെ ടാക്കിൾ ചെയ്യുക, ദെൻ ആൻസേഴ്സ് നോക്കുക. External validity. ഓക്കെ, സി ആണ് പറയുന്നത്. ബാക്കി ആരെങ്കിലും? എങ്ങനെ എക്സ്റ്റേണൽ വാലിഡിറ്റിയിലേക്ക് എത്തിയത്? We want to generalize from the sample study. ഓക്കെ, കറക്റ്റ് ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ജനറലൈസബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എയിം ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്? എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിൽ നമ്മൾ എന്തിനായിരിക്കും റിസർച്ച് ചെയ്യുന്നത്? ഐഡന്റിഫൈങ് മേജർ പ്രോബ്ലംസ് ദാറ്റ് നീഡ് ടു ബി സോൾവ്, searching for the new fact and principle underlying the process of education, identifying the aims of education, identifying the values that need to be inculcated in the pupils. ഏതായിരിക്കും? എഡ്യൂക്കേഷണൽ റിസർച്ച് ഏതാ? ബി ആണോ?
ബി ആണ് സെർച്ചിങ് ഫോർ ന്യൂ ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർലൈങ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ഇന്ന് എടുത്തതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണതാണ്. സോ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, thank you. താങ്ക് No യു. doubt.